പോലെ പാലക്കാട് കഴിഞ്ഞ ദിവസമാണ് കാറ് പൊട്ടിത്തെറിച്ച് വലിയൊരു അപകടമുണ്ടായത്. അങ്ങനെ പൊള്ളലേറ്റ് അമ്മയും 2 കുട്ടികളും ചികിത്സയിലായിരുന്നു. അതിൽ ആ 2 കുഞ്ഞുങ്ങളും മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. 6 വയസ്സുള്ള ആൽഫ്രഡ് മാർട്ടിനും 4 വയസ്സുള്ള എമിലീന മരിയ മാർട്ടിനുമാണ് മരിച്ചത്. കുട്ടികളുടെ മൃതദേഹം രാത്രിയോടെ പാലക്കാട് എത്തിക്കും. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടികളുടെ അമ്മ എൽസി ചികിത്സയിലാണ്. അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് അജിത് ബാബു ഉണ്ട് നമുക്കിപ്പം. അജിത്ത്, ഇവരൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ ഒരു ദുരന്ത വാർത്തയാണ് എത്തുന്നത്. വിവരങ്ങൾ പറയാം. സത്യലക്ഷ്മി, വളരെ ദാരുണമായ ഈ നാടിനെ ആകെ ഞടുക്കിയ സംഭവമാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ ഈ കാറ് കണ്ടാൽ ഇത് പൂർണ്ണമായും കത്തി നശിച്ച സ്ഥിതിയിലാണ്. എത്രത്തോളം വലിയ രീതിയിലാണ് തീ പടർന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ മുകളിലത്തെ മരങ്ങൾ നോക്കിയാൽ മതി. ഒരു വാഹനത്തിൽ ഉള്ളപ്പോഴാണ് തീ പടർന്നതെന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഈ മരങ്ങളാകെ കരിയുന്ന രീതിയിലേക്കുള്ള തീയാണ് ഇവിടെ പടർന്നത്. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹത്തിൻ്റെ അടയാളമാണ് അവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഈ സമയത്ത് 4 പേർ, ഈ 3 കുട്ടികളും അമ്മയും ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്നു. തീ പടർന്ന സമയത്ത് ഈ 3 കുട്ടികളെയും പുറത്തെത്തിച്ചത് അമ്മ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് അത്രത്തോളം രീതിയിൽ എങ്ങനെയാണ് അത് ആ തീ പടർന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഇവിടെ നാട്ടുകാരും കണ്ടില്ല. പക്ഷെ ആ ഒരു രീതി നമുക്ക് പറയാതെ തന്നെ മനസ്സിലാകും. അത്രത്തോളം വലിയ പ്രതിസന്ധികൾ നേരിട്ടാണ് ഈ കുടുംബം ഇന്ന് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഒരു 51 ദിവസം മുമ്പാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 51 ദിവസം മുമ്പ് ക്യാൻസർ ബാധിതനായി മരിച്ചതിന് ശേഷം, ആ മരണത്തിന് ശേഷം ആ മരണം വലിയ തകർച്ചയാണ് ഈ കുടുംബത്തിൽ ഉണ്ടാക്കിയത്. അതിനുശേഷം ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് എൽസി ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഒരു ഓപ്പറേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കി ഇന്നലെയാണ് ഒരു നേഴ്സായിട്ടുള്ള ആശുപത്രിയിൽ ജോലിക്ക് പോയി തുടങ്ങുന്നത്. ആ ദിവസം വൈകുന്നേരം എത്തി കുട്ടികളെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയ സമയത്തായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. പുറത്തു പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് അപകടം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ആ സാഹചര്യം എങ്ങനെയാണെന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നിലവിൽ ബാറ്ററിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതിനപ്പുറത്തിൽ കൃത്യമായ കാരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന പോലെ തന്നെ വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ്. ആ കുട്ടികൾ ഭക്ഷണം കഴിക്കാനായി അമ്മയ്ക്കൊപ്പം പുറത്തു പോകാൻ ഇറങ്ങിയ സമയത്തുണ്ടായ അപകടം. അതിൽ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. സങ്കടകരമാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ. ഇതിൽ ഇനി എന്താണ് അപകട കാരണം എന്നുള്ളതാണ്. വണ്ടിയുടെ കാലപ്പഴക്കമാണോ, എന്താണ് ഇതിന് കാരണം എന്നുകൂടി അറിയേണ്ടതുണ്ട്. സങ്കടകരമായ വാർത്തയാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരും, അവര് തിരിച്ച് മിടുക്കരായി വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ആ കുട്ടികളുടെ മരണം സംഭവിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അജിത് ബാബു.